അതായത് ഞാൻ ഈ പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് ഇതുവരെ ബംഗാളിൻ്റെ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം 34 വർഷക്കാലം അവർ അധികാരത്തിലിരുന്ന ഒരു സംസ്ഥാനമാണ്. അതിനുശേഷമാണല്ലോ TMCയുടെ ഭരണം. അപ്പോൾ 34 വർഷം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം പശ്ചിമ ബംഗാളിൽ നിലനിന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു വികസന മാതൃക ചൂണ്ടിക്കാണിച്ചിട്ടല്ല. ഇപ്പോൾ ബംഗാൾ എന്ന് പറയുന്നത് CPM ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നൊരു സംസ്ഥാനമാണ്. ഒരിക്കലും കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തെ പറയാൻ പറ്റത്തില്ല. കാരണം 1957 മുതൽ കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി ഭരിച്ചൊരു സ്ഥലമല്ല. മാത്രമല്ല, കേരളത്തിൽ ആരോഗ്യ മേഖലയിലെ പ്രോഗ്രസ് ആണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഒന്നാമത് നിൽക്കുന്നതാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അത് കേരളത്തിലെ രാജഭരണ കാലഘട്ടം മുതൽ തന്നെ, അല്ലെങ്കിൽ ലിറ്ററസി റേറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 1950 ലിറ്ററസി റേറ്റ് നോക്കുമ്പോഴും കേരളം ടോപ്പിൽ തന്നെയാണ്. അപ്പോൾ CPM അതിനകത്ത് അവകാശപ്പെടാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടർച്ചയായി അധികാരത്തിലിരുന്നാൽ അതിനൊരു മാതൃകയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് മാതൃക പശ്ചിമ ബംഗാളും ത്രിപുരയുമാണ്. പക്ഷേ പശ്ചിമ ബംഗാളിൽ വികസനം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ബംഗാളികൾ നമ്മുടെ നാട്ടിൽ പണിക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 34 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വികസനം കാണിച്ചുകൊണ്ടല്ല പശ്ചിമ ബംഗാളിൽ അധികാരത്തിലിരുന്നത്, മറിച്ച് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമായിരുന്നു. പച്ചയായ വിഭജനമാണ്. ആ വിഭജനം ഭാഷയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു ആളുകളെ. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബിഹാറി കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുണ്ട്, പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃത സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ ബംഗാളിലെ പൊതുസമൂഹത്തെയും അവിടെ വന്നു നിൽക്കുന്ന ബിഹാറികളെയും എങ്ങനെയാണ് CPM തമ്മിലെടുപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വിഭാഗക്കാരും പാൻ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതായത് ആഹാരം കഴിച്ചതിന് ശേഷം പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലൊക്കെ ആഹാരം കഴിച്ചാൽ മീട്ടാപ്പാൻ ഉപയോഗിക്കും. പക്ഷേ ഈ രണ്ട് കൂട്ടരും മീട്ടാപ്പാൻ ഉപയോഗിക്കുന്നതിനകത്തൊരു വ്യത്യാസമുണ്ട്. ബംഗാളികൾ ഡിന്നറിൻ്റെ സമയത്ത് മീട്ടാപ്പാൻ ഉപയോഗിച്ചിട്ട് അത് ചവച്ചരച്ച് ഇറക്കാറുണ്ട്. ബീഹാറികൾ മീട്ടാപ്പാൻ തുപ്പിക്കളയുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തെന്നറിയാവോ? ജ്യോതി ബസു ഉൾപ്പെടെയുള്ള, ബുധദേവ് ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ഒരു പ്രചരണം കൊൽക്കത്ത നഗരമൊക്കെ വൃത്തികേടാക്കുന്നത് ഈ ബീഹാറികൾ പാൻ തുപ്പിയിട്ടാണെന്നാണ്. മനസ്സിലായില്ല? അതായത് ബംഗാളികളാണെങ്കിൽ പാൻ അകത്തേക്ക് ഇറക്കും, പക്ഷെ ബീഹാറികൾ പാൻ തുപ്പുകയാണ്. അങ്ങനെ കൊൽക്കത്ത നഗരം വൃത്തികേടാക്കുന്നത് ബീഹാറികൾ പാൻ തുപ്പിയിട്ടാണ് എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാനപ്പെട്ട ഒരു പ്രചരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആളുകളെ എങ്ങനെയാണ് വളരെ നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ പോലും ആളുകൾക്കിടയിൽ സ്പ്ലിറ്റ് എങ്ങനെ കമ്മ്യൂണിസ്റ്റുകൾ പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കിയെന്നതാണ്. ഇനി TMCയുടെ കാലത്തോ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ പറഞ്ഞത് എന്താണ്? ഹിന്ദിക്കാരനായ ഒരു മുഖ്യമന്ത്രിയെ ബംഗാളിൽ കൊണ്ടുവരില്ല. അതായത് നമുക്കറിയാം BJP അധികാരത്തിൽ വന്ന എങ്ങനെയാണ് ഹിന്ദിക്കാരനായ മുഖ്യമന്ത്രി ബംഗാളിൽ വരുന്നത്. ഒരു അടിസ്ഥാനമില്ലാത്ത ഇത്തരം പ്രചരണങ്ങൾ മമതയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന സമയത്ത് അവിടുത്തെ ബീഹാറി കമ്മ്യൂണിറ്റിയെയും ബംഗാളി കമ്മ്യൂണിറ്റിയെയും അവർ പാനിൻ്റെ പേരിൽ തമ്മിലടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഹിന്ദിക്കാരായിട്ടുള്ള ആളുകൾ ബംഗാളിൽ വന്ന് താമസിക്കുമ്പോൾ അവർക്കെതിരെ ഒരു വികാരം രൂപപ്പെടുത്തി ബംഗാളി വോട്ടുകൾ നിലനിർത്താനായി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപകടം ഞാൻ പറയുന്നത്, എവിടെയാണ് ഇവർ ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം രൂപപ്പെടുത്തിയത്? അതാണ് ഭാരതത്തിൻ്റെ സംസ്കൃതിയെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദേശമായ പശ്ചിമ ബംഗാളിൽ ഇവർ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവന്നവരാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെയും കുതിരാം ബോസിൻ്റെയും അതോടൊപ്പം തന്നെ മഹർഷി അരവിന്ദൻ്റെയും ഒക്കെ ജന്മം കൊണ്ട് പവിത്രമായ പശ്ചിമ ബംഗാളിൽ ദേശീയതയുടെ ആ ഒരു കാറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ഒരു വിഭജനത്തിൻ്റെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകളും അതിനുശേഷം TMCയും. അപ്പോൾ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തെ ബംഗാൾ ജനത ഇനഫ് ഈസ് ഇനഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ്, വിശേഷിച്ച് ദേശീയതയുടെ കൊടുങ്കാറ്റ് പശ്ചിമ ബംഗാളിൽ വീണ്ടും തിരിച്ചെത്തുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകളും ആ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്.